അപ്പോൾ അങ്ങനെ നമ്മൾ ഹട്ടയിൽ നിന്ന് ഡാമിൽ നിന്ന് തിരിച്ച് അതിൻ്റെ അടുത്ത് തന്നെ ഒരു അൽവാദി പബ്ലിക് പാർക്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ പാർക്കിലേക്ക് കയറുകയാണ്. അപ്പോൾ നമ്മൾ ഇതിലെ വന്നിട്ട് ഇവിടെ പാർക്കിംഗ് ഫ്രീ ആണ് കേട്ടോ. സൺഡേ ആയ കാരണം പാർക്കിംഗ് ഫ്രീ ആണ്. നമുക്ക് അതിനുള്ളിൽ പാർക്ക് ചെയ്യാൻ വേണ്ടി എന്നിട്ട് നമുക്ക് പാർക്കിലേക്ക് കയറാം. ഇതാണ് അൽവാദി പാർക്ക്. ഇതിവിടെ കണ്ടോ കുപ്പികൾ വേസ്റ്റ് കുപ്പി ഇടാനുള്ള ഒരു ഇത് വെച്ചിട്ടുണ്ട് ഇവിടെ. ഇതേ അങ്ങനെ നമ്മൾ പാർക്കിൻ്റെ ഉള്ളിലേക്ക് വരുന്നു. ഒരാളില്ല ഇവിടെ, ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഈ പാർക്കിൽ. അത് നമ്മൾ ദുബായിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇതിന് കുറച്ച് ഉള്ളിലേക്കല്ലേ, ഇവിടെ ഒന്നും അധികം ആൾത്താമസമില്ലല്ലോ. ദുബായിലൊക്കെ ആണെങ്കിൽ പാർക്കിംഗ് ഇല്ലേ, ഇപ്പോൾ ഫുള്ളായിട്ടുണ്ട് അതിനവിടെ. അതെ, ഇത് ഫ്രീയും ആണ്. ഇതേ ഇവിടെ ചായ സ്റ്റോളുണ്ട്, നമുക്ക് ചായ കുടിക്കാം. അവിടെ കഫ്തീരിയ ഉണ്ട്. അവിടെ ഇതന്നെ അവർ ലച്ച് ഊഞ്ഞാലാടണു. ഇതേ അവിടെ ഉണ്ട് കളിക്കാനുള്ളതൊക്കെ. ഇവിടെ ഒരു മാവ് നിൽക്കുന്നുണ്ട് കേട്ടോ, കണ്ടോ ഒരു മാവ്. പിന്നീട് ഒരു ചെറിയ ഫാം പോലെ ഞങ്ങൾ വണ്ടി ഇവിടെ ഇട്ടുണ്ടായിരുന്നത്. പിന്നെ ഈന്തപ്പഴങ്ങൾ നിൽക്കുന്നുണ്ട്. ഇത് ഇവിടെ ഇങ്ങനെ അത്തിപ്പഴം, മൈലാഞ്ചി എല്ലാവരും ഉരിഞ്ഞു കൊണ്ടുപോയി. ഞങ്ങൾ വരുമ്പോൾ കുറേ പേര് ഇങ്ങനെ ഉരിഞ്ഞു കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരു ചെറിയ ഫാമാണത്. ഇത് യൂക്കാലിയുടെ വലിയ മരം, യൂക്കാലി. ഇത് ഞാവൽപ്പഴമാണ് കേട്ടോ, ഞാവൽപ്പഴം. പിന്നെ ഉള്ളിൽ കുറേ മാവുണ്ട്. ഇതൊരു ഫാമാണ് ചെറിയൊരാളുടെ. കോഴികളുടെ സൗണ്ടും കേൾക്കുന്നുണ്ട്. ഇത് നോക്കിയേ, നാട്ടുവഴിയിലെ പാട്ടുമൂളിലെ നല്ല കളി കൂമ്പിനുള്ളിൽ കുളിച്ചില്ലേ, കൊതിയോടെ നിന്നില്ലേ. പക്ഷേ കാറ്റ് മൂളണ പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്, കദളിപ്പൂ മാത്രം കാണാനില്ല. ഇത് കാണിച്ചു കൊടുക്ക്. ഈന്തപ്പഴത്തിന്റെ കൊല പച്ചയാണ് കേട്ടോ, പഴുത്തിട്ടില്ല. നാരങ്ങ കണ്ടു, കുഞ്ഞു കുഞ്ഞു നാരങ്ങയാണ് കേട്ടോ. ഇത് വരുന്നേ ഉള്ളൂ അത്. പക്ഷെ അതിന് നല്ല മണം അതിന്റെ ഇലക്ക്, ആ നാരങ്ങയുടെ നല്ല സ്മെല്ല്. നമുക്കേ കുറച്ച് ഇതെടുത്തിട്ട് സംഭാരം അടിക്കാം. മുകളിൽ കേട്ടോ നല്ലോണം. നോക്കി ഇവിടെ നിറച്ച് കുട്ടികൾക്ക് കളിക്കണ സ്ഥലങ്ങളാ. പക്ഷെ ഒരാളില്ലാന്ന് മാത്രം. കിട്ടൂനും ലച്ചുവിനും സുഖമായി. എന്തായാലും ഇവിടെ നമ്മളെ ദുബായിലെ അപേക്ഷിച്ചിട്ട് തണുപ്പ് അല്ല ചൂട് കുറവുണ്ട് കേട്ടോ. ഇവിടെ ചെറിയ നല്ല തണുത്ത കാറ്റൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ ഇങ്ങനെ കുറച്ച് ഒരു പാർക്കിൻ്റെ ഉള്ളിൽ വെള്ളം വീഴുന്ന ഒരു സ്ഥലമുണ്ട് കേട്ടോ. ഇങ്ങനെ സ്റ്റെപ്പായിട്ട്. ഇത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും നാട് ഓർമ്മ വന്നു കേട്ടോ. ഒരു എന്തോ മനസ്സിനൊരു സന്തോഷം ഇത് കണ്ടപ്പോൾ. കണിക്കൊന്ന പൂത്ത് നിൽക്കണം നോക്കി. നാട്ടിലെ വിഷുവിൻ്റെ സമയത്തല്ലേ ഇങ്ങനെയൊക്കെ നിൽക്കുക. ഇത് കണ്ടപ്പോൾ എന്തോ ഒരു സന്തോഷം. നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. നിറച്ച് പൂത്ത് നിൽക്കണം കണിക്കൊന്ന കണ്ടോ. ഈ പാർക്കിൻ്റെ അറ്റത്ത് ഒരു ആ ഡാമിൽ നിന്ന് വരുന്ന ഭാഗം കണ്ടോ, നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. പക്ഷെ ഇങ്ങോട്ട് കടക്കാൻ പറ്റില്ല നമുക്ക്. അത് പക്ഷേ വെള്ളം പൊട്ട വെള്ളമാണ്. അല്ലല്ല, ഇവരെ ഈ മതിലിടിഞ്ഞ് വീണു. അത് കാരണം അവര് അവിടുന്ന് ആ ഡാമിൽ നിന്നാണ് വെള്ളം വരുന്നത്. ഡാം ഓപ്പൺ ആക്കിയിട്ടില്ല ശരിക്ക്. കണ്ടോ, നല്ല ഹട്ടയുടെ മൊത്തം ഭാഗം ഇവിടുന്ന് ഇങ്ങോട്ട് കാണാം.